എന്നോട് ഒരിക്കലും ഒരു കൊച്ചു ചോദിച്ചു, ഞാൻ നാളത്തെ പ്രസംഗത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും പറയും, വീട്ടിൽ തന്നെ റിപ്പീറ്റേഷൻ ആവുന്നിരിക്കുകയാണ്. എന്നോട് ചോദിച്ചിട്ടുണ്ട്, തോമസ് ലീ വന്നു കഴിഞ്ഞപ്പോൾ തോമസ് ലീയുടെ പ്രസംഗം ആരെ തർജ്ജമ ചെയ്തേ? കുസൃതി കുട്ടികളാണ്. നിങ്ങൾക്കറിയാമോന്ന് എനിക്കറിയാൻ പാടില്ല, തോമസ് ലീ സ്ഥാപിച്ച 7 പള്ളികളും യഹൂദന്മാരുടെ കച്ചവട കോളനികളായിരുന്നു. കൊടുങ്ങല്ലൂര്, പാലയൂര്, നിലയ്ക്കല്, നിരണം, പറവൂര്, ഇതെല്ലാം തന്നെ യഹൂദരെ കച്ചവടത്തിന് കയറിയ സ്ഥലങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ പഴയ 7 പള്ളികൾ നമ്മുടെ കാരണവന്മാരും മാമോദീസയ്ക്ക് പള്ളികളായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ അത് യഹൂദ കോളനികളിലെ തോമസ് ലീ നടത്തിയ ഒരു മിഷണറി പ്രവർത്തനമാണ്. അതിലൂടെയാണ് പിന്നെ നമ്മൾ കയറുന്നത്. അതുകൊണ്ട് തന്നെ മൈഗ്രൻസിനെ വെറുതെ നമ്മൾ അവരുടെ വിളിയെ കുഞ്ഞായി കാണരുത്. മൈഗ്രൻസ് ആർ സ്പ്രെഡിങ് ദ ചർച്ച്, മൈഗ്രൻസ് ആർ എക്സ്പാൻഡിങ് ദ ചർച്ച്. ഈ ഒരു അർത്ഥം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു അച്ഛൻ പോയാൽ മിഷണറിയാണ്, ഒരു കന്യാസ്ത്രീ പോയ മിഷണറിയാണ്, ഒരു അൽമായം പോയാൽ അല്ല, നിങ്ങൾ മിഷണറിമാരാണ്. നിങ്ങളിവിടെ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടുത്തെ മെത്രാന്മാർക്ക് നിങ്ങളോട് ഏറ്റവും വലിയ കടപ്പാട് എന്താണെന്നറിയാമോ? നിങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈഫ് ലാബാണ്. നിങ്ങളുടെ ജീവിതമാണ് ഇവിടുത്തെ ആളുകൾക്ക് നിങ്ങൾ കൊടുക്കുന്ന വേദപാഠപുസ്തകം.